നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 5-ാം തീയതി 1201 ആണ്ട് കർക്കിടക മാസം 20-ാം തീയതി ബുധനാഴ്ച. അശ്വതി നക്ഷത്രവും ബുധനാഴ്ചയും ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. ശരിക്കു പറഞ്ഞാൽ ശുഭദിനം തന്നെ എന്ന് പറയാം. സപ്തമിയാണ് തിഥി. അപ്പോൾ സപ്തമി, അശ്വതി നക്ഷത്രം, ബുധനാഴ്ച. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ് ഇന്ന്. ബുധൻ എപ്പോഴും പ്രവൃത്തികാരകനാണ്. നമുക്ക് ഒരു പ്രവൃത്തി ചെയ്യാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ ബുധൻ. ആ ബുധൻ്റെ ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ പ്രവൃത്തിയെ ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ അനുകൂലപ്രദമായ ദിവസമാണ്. അതിനെ ബുധൻ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. എന്ത് കാര്യത്തിന് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ അശ്വതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വളരെ ഭാഗ്യദായകമായ ഒരു വർഷം, ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ തന്നിരിക്കുകയാണ്. ഈ ഒരു വർഷം എന്ത് വരും? ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കിട്ടും. ബിസിനസ്സാദി കാര്യങ്ങൾ നടത്തി പോകുന്നവർക്ക് പുതിയ സംരംഭം തുടങ്ങുകയോ അതിനെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനോ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, പ്രത്യേകിച്ച് ടീച്ചർമാരാവട്ടെ, അവർക്ക് നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഉപരി പഠനത്തിന് അനുകൂലപ്രദമാണ്. അതുപോലെ തന്നെ കലാകാരന്മാർക്കും ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഏറ്റവും എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണെങ്കിൽ പോലും അവർക്ക് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്ക റിസൾട്ട് കിട്ടാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രയത്നിക്കണം. നമുക്കൊരു വർഷം ദൈവം തന്നിരിക്കുകയാണ്. ഈ ഒരു വർഷത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. കലണ്ടറിൽ രാഹുകാലം 12 മണി മുതൽ 1:30 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാഹുകാല സമയം 12:31 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. 12 മണിക്കല്ല, 12:31 തുടങ്ങും. 2 മണി 4 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാലം കറക്റ്റ് നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിനും പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്, ഗുളികനും യമകണ്ഠനും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 10:57 തൊട്ട് 12:31 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 7:51 തൊട്ട് 9:24 വരെയും. അങ്ങനെ 7 മണി 51 മിനിറ്റ് തൊട്ട് 9:24 വരെ യമകണ്ഠ കാല സമയവും. സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. ഇന്നല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം 12 മണി 6 മിനിറ്റ് തൊട്ട് 12:54 വരെയാണ്. ഇതിനകത്താണ് രാഹുകാലം തുടങ്ങുകയും ചെയ്യണം, 12:31 തൊട്ട്. അതുകൊണ്ട് അഭിജിത്ത് മുഹൂർത്തം ഇതിനൊന്നും ബാധിക്കില്ല. ഇന്ന് നമ്മൾ വസ്ത്രധാരണം ചെയ്യുമ്പോൾ ബുധൻ്റെ എനർജി നമ്മളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയും നെഗറ്റീവ് എനർജി കയറാതിരിക്കാൻ വേണ്ടിയിട്ടും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം.
പച്ച കളർ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. ഫുൾ പച്ചയായിട്ട് നടക്കണമെന്നല്ല, വസ്ത്രധാരണത്തിൽ പച്ച കളറും കൂടി ഉൾപ്പെടുത്തുക. ഇന്ന് നല്ലൊരു ദിവസം കിട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും അത് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.